നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കമൻസ് ആണ്. കമൻസ് എന്ന് പറയുന്നത് ഉദാഹരണമായി എനിക്ക് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ ഞാൻ ഉദാഹരണമായി ദിസ് ഈസ് എ PHP പ്രോഗ്രാം എന്ന് കൊടുക്കുന്നു. ശേഷം ഞാൻ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഇതുപോലെ ഒരു സിൻടാക്സ് എറർ ലഭിക്കുന്നു. നമുക്ക് ഡയറക്റ്റായി നമുക്ക് PHP ബ്ലോക്കിനുള്ളിൽ നമുക്കിതുപോലെ കണ്ടൻറ്റ് എഴുതാൻ സാധ്യമല്ല. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് എഴുതണമെങ്കിൽ നമുക്കിതുപോലെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടെക്സ്റ്റിന് മുമ്പായിട്ട് ഇതുപോലെ 2 ഫോർവേഡ് സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ കമൻറ്റ് എന്ന് വിളിക്കുന്നു. ഫോർവേഡ് സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ നമ്മുടെ പ്രോഗ്രാം ഇഗ്നോർ ചെയ്തതാണ്. ഇനി ഞാൻ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി റൺ ആവുന്നതാണ്. ഇങ്ങനെ ഈ 2 ഫോർവേഡ് സ്ലാഷ് കൊടുത്ത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഇതിനെയാണ് നമ്മൾ കമൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമുക്ക് മറ്റു രീതിയിലും കമൻറ്റ് കൊടുക്കാം. ഒരു ഹാഷ്ടാഗ് ഉപയോഗിച്ച് നമുക്ക് ദിസ് ഈസ് എ കമൻറ്റ് ഹാഷ്ടാഗ് ഉപയോഗിച്ച് നമുക്ക് കമൻറ്റ് കൊടുക്കാം. ഇതിനെ രണ്ടിനെ നമ്മൾ സിംഗിൾ ലൈൻ കമൻറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് മൾട്ടി ലൈൻ കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു ഫോർവേഡ് സ്ലാഷ് ഉപയോഗിക്കുക. അതിനുശേഷം ഒരു സ്റ്റാർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴോട്ട് വന്നതിന് ശേഷം സ്റ്റാർ കൊടുത്തതിന് ശേഷം ഫോർവേഡ് സ്ലാഷ് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ എഴുതുന്ന ഏതൊരു കാര്യവും ഞാൻ ഇതിനുള്ളിൽ എന്ത് എഴുതി കഴിഞ്ഞാലും എനിക്ക് എത്ര ലൈൻ വേണമെങ്കിലും ഇതിനുള്ളിൽ ഈ ഒരു ബ്ലോക്കിനുള്ളിൽ കൊടുക്കാവുന്നതാണ്. ഇതിനുള്ളിൽ എന്ത് എഴുതി കഴിഞ്ഞാലും അത് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ നമുക്ക് സിംഗിൾ ലൈൻ കമൻറ്റും അതുപോലെ മൾട്ടി ലൈൻ കമൻറ്റും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി റൺ ആവുന്നതാണ്. നമ്മളിവിടെ എഴുതിയിട്ടുള്ള ഡിസ്ക്രിപ്ഷനൊന്നും നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതല്ല. അതുപോലെ മറ്റൊരു ചെറിയൊരു യൂസ്ഫുൾ ടൂൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നമുക്ക് വളരെ ഈസിയായി നമ്മുടെ PHP കോഡ് എഴുതുന്നതിന് നമുക്കൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങളിവിടെ ഈ ഒരു ഐക്കണിൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ സെർച്ച് ബാറിൽ നമ്മൾ PHP എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്കിവിടെ PHP ഇൻ്റലിസൻസ് അതുപോലെ ഇൻ്റലിഫൻസ് തുടങ്ങിയ ഒരുപാട് പാക്കേജുകൾ കാണാൻ കഴിയും. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തത് PHP ഇൻ്റലിസൻസ് എന്ന് പറയുന്ന ഈ ഒരു പാക്കേജാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PHP കോഡ് എഴുതുന്ന സമയത്ത് മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ നമുക്ക് കോഡ് എഴുതാൻ സാധിക്കുന്നതാണ്. ഇതൊരു ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായി PHP കോഡ് എഴുതാൻ സാധിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളിവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ആവുന്നതാണ്.